സഭയിൽ ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് കർദിനാൾ സംഘത്തിനിടയിൽ വെച്ച് രഹസ്യമായി സ്വീകരിക്കുന്ന 7 വിശുദ്ധ വസ്തുക്കൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. ദി വൈറ്റ് കാസക് അഥവാ ലോഹ. വെളുത്തതും വളരെ ലളിതവും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതുമാണ് ഈ ലോഹ. വെളുത്ത നിറം സൂചിപ്പിക്കുന്നത് പുതുജീവിതത്തിന്റെ പരിശുദ്ധിയെയും ആത്മീയ പുനർജന്മത്തെയുമാണ്. ദി ഫിഷർമാൻസ് റിംഗ്. സുവർണ നിറത്തിലുള്ള ഈ മോതിരത്തിൽ വിശുദ്ധ പത്രോസ് വല എറിയുന്ന ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മോതിരം പാപ്പയെ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി സൂചിപ്പിക്കുന്നു. ദി പാലിയം. കഴുത്തിന് ചുറ്റും ധരിക്കുന്ന തിരുവസ്ത്രമാണ് പാലിയം. അതിൽ 4 കുരിശുകളുണ്ട്. ഈ കുരിശുകൾ സഭയെ മുന്നോട്ട് നയിക്കുന്നതിൽ പാപ്പയുടെ ഉത്തരവാദിത്തത്തെ സൂചിപ്പിക്കുന്നു. ദി പേപ്പൽ ഫെറൂല. പാപ്പ ഉപയോഗിക്കുന്ന ഈ അധികാരദണ്ഡ് സഭയെ മുന്നോട്ട് നയിക്കാനുള്ള പാപ്പയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ദി റെഡ് പേപ്പൽ ഷൂസ്. ഷൂസിലെ ചുവപ്പ് നിറം രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്നു. ദി ചെയർ ഓഫ് പീറ്റർ. പത്രോസിന്റെ ഇരിപ്പിടം എന്നത് വെറുമൊരു ഇരിപ്പിടമല്ല, ഇത് ആത്മീയ അധികാരിയുടെ ഇരിപ്പിടമാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ഈ സിംഹാസനം അപ്പസ്തോലന്മാരുടെ അധികാരം മാർപ്പാപ്പയ്ക്ക് കൈമാറപ്പെട്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ദിനയും. പുതിയ മാർപ്പാപ്പ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേര്. സഭയിലെ വിശുദ്ധന്മാരുടെ പേരാണ് മാർപ്പാപ്പമാർ തെരഞ്ഞെടുക്കുന്നത്. ചില മുൻകാല മാർപ്പാപ്പമാരുടെ പേരുകളും സ്വീകരിക്കാറുണ്ട്.